നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഭാവി വധു എന്ന പേരിലാണ് നടിയും സംരംഭകയുമായ ആരതി പൊടിയെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ബിഗ് ബോസ് ഷോയിൽ നിന്നും ഇറങ്ങിയ റോബിനെ അഭിമുഖം ചെയ്യാൻ ആരതി പോയിരുന്നു. അവിടെ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും സുഹൃത്തുക്കളാകുന്നതും. ഇരുവരും ചേർന്നുള്ള അഭിമുഖം വൈറലായതോടെ ഇരുവരും നല്ല ജോഡികളാണെന്ന തരത്തിൽ ഗോസിപ്പുകൾ വന്നു. അപ്പോഴേക്കും ആരതിയും റോബിനും പ്രണയത്തിലായിരുന്നു. പിന്നീട് വീട്ടുകാരുടെ സമ്മതം കൂടി ലഭിച്ചതോടെ വിവാഹിതരാകാമെന്ന് താരങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അതിഗംഭീരമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത്. അഭിനയത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ആരതി ബിസിനസ്സിലാണ് കയ്യൊപ്പ് പതിപ്പിച്ചത്. വസ്ത്രവ്യാപാര രംഗത്താണ് ആരതി മികവ് അറിയിച്ചത്. ഡിസൈനറായും ബുട്ടിക് ഉടമയായും എല്ലാം ആരതി സ്ഥാനം നേടിയിട്ടുണ്ട്. ആരതിയുടെയും റോബിന്റെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോഴിതാ തന്റെ വിവാഹ നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ആരതി പൊടി. എന്തുകൊണ്ടാണ് വിവാഹ നിശ്ചയത്തിന്റെ ചെലവ് താൻ തന്നെ വഹിച്ചത് എന്നാണ് ആരതി പറയുന്നത്. ഹാപ്പി ഫ്രെയിംസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ. എന്റെ വിവാഹ നിശ്ചയം ഞാൻ തന്നെയാണ് നടത്തിയത്. ഞാനിത് ഒരു വേദിയിൽ പറഞ്ഞപ്പോൾ എന്നോട് പലരും ചോദിച്ചു, അതെന്റെ അച്ഛൻ നടത്തി തരാതിരുന്നത് എന്ന്. അത് അച്ഛന് നടത്തി തരാൻ പറ്റാത്തത് കൊണ്ടല്ല, എന്റെ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛൻ ദുബായിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വിവാഹ നിശ്ചയവും കല്യാണവും ആർഭാടമായി നടത്തി കളയാനുള്ളതല്ല. എന്റെ ആഗ്രഹമാണിത്, അതിനാൽ എനിക്ക് ചെയ്യണമെന്നാണ് ആരതി പറയുന്നത്. അവർ സമ്പാദിച്ചത് ഭാവിയിൽ അവർക്ക് പ്രായമാകുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഉപകരിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. എന്റെയും എന്റെ ചേച്ചിയുടെയും കയ്യിൽ നിന്നും അച്ഛനും അമ്മയും ഒരു പൈസയും വാങ്ങില്ല. അത് നിങ്ങൾക്കായി ഉപയോഗിച്ചോളൂ എന്നാണ് പറയുക എന്നും ആരതി പറയുന്നു. അച്ഛനെ കുറിച്ചും ആരതി സംസാരിക്കുന്നുണ്ട്. അച്ഛൻ നിർത്തിയിടത്തു നിന്നുമാണ് ഞാൻ ആരംഭിക്കുന്നത്. അച്ഛന്റെ കയ്യിൽ നിന്നും പോയതൊക്കെ തിരികെ പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛന് അതിന്റെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് അതൊക്കെ ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ആളാണ്. അച്ഛനും അമ്മയും ചേച്ചിയും ഞാനും കുടുംബജീവിതം അത്ര ആസ്വദിച്ച് അടിപൊളിയായി ജീവിച്ചവരാണ്. ഏതോ ഒരു ഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത് കാണേണ്ടി വന്നുവെന്നാണ് താരം പറയുന്നത്. അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. അച്ഛൻ പിന്നീട് ദുബായിൽ പോവുകയും ഓയിൽ കമ്പനിയിൽ കയറുകയും ചെയ്തു. അവിടെ പൊരുതി ജീവിച്ചാണ് നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അച്ഛന്റെ ആ കരുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കളെയെല്ലാം അറിയിച്ച് വളർത്തണം. ഞാൻ അതൊക്കെ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിൽ ഞാൻ ആ റിസ്ക് എടുക്കില്ലായിരുന്നു എന്നും ആരതി പറയുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ആരതിയും റോബിനും ചേർന്ന് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയും സോഷ്യൽ മീഡിയയിലേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 22-ാം തീയതി തനിക്കൊരു സർജറി ഉണ്ടെന്നും തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നും വീഡിയോയിൽ റോബിൻ പറഞ്ഞു. കോവിഡ് വന്നതിന് ശേഷം തന്റെ ലങ്സ് കപ്പാസിറ്റി ഭയങ്കരമായി കുറവായിരുന്നു. അത് കാരണം തനിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും കൂടാതെ കിതപ്പുണ്ടായിരുന്നു എന്നും റോബിൻ പറഞ്ഞു. ഡോക്ടറെ കണ്ടപ്പോഴാണ് തനിക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ആണെന്ന് കണ്ടെത്തിയത്. മൂക്കിന് ചെറിയ വളവും ചെറിയൊരു മാംസത്തിന്റെ വളർച്ചയും ഉണ്ട്. നവംബർ 22 സർജറിയാണ്. 21-ന് ഹോസ്പിറ്റലിൽ പോകുമെന്നും റൈനോപ്ലാസ്റ്റി ആണെന്നും ഒരാഴ്ച വരെ നേസൽ പാക്കേജ് ഉണ്ടാവുമെന്നും 1 മാസം വരെ മുഖത്ത് വീക്കമുണ്ടാകുമെന്നും താരം പറഞ്ഞു. ശ്വാസം ശരിയായി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ക്ഷീണവും തലകറക്കവും വണ്ടി ഓടിക്കുമ്പോൾ ഇരുട്ട് കയറുന്നത് പോലെയും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ BP ഉണ്ടായിരുന്നു. BP ഉയർന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ എന്നായിരുന്നു കരുതിയിരുന്നത് എന്നും റോബിൻ വ്യക്തമാക്കി. റോബിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത്. സർജറി നന്നായി നടക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളുടെ ഡോക്ടർ ബ്രോയ്ക്ക് ഒപ്പമുണ്ടാകും. എല്ലാം അതിജീവിച്ച ഡോക്ടർക്ക് ഇതൊക്കെ കടന്നു മുന്നോട്ട് പോകാൻ പറ്റും. സർജറി ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാകും. സർജറി ഒക്കെ കഴിഞ്ഞ ആരോഗ്യം ഒക്കെ വീണ്ടെടുത്ത് ഡോക്ടർ വരും. കാത്തിരിക്കുന്നു എനർജറ്റിക് ആയി ഡോക്ടറെ വീണ്ടും കാണാൻ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ.